സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പമുണ്ട്. മാഡം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 1 വർഷത്തിനുള്ളിൽ മോദിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. വിലക്കയറ്റം രൂക്ഷമാണ്. ഇതിനെ ആർക്കും തടുക്കാൻ കഴിയില്ല. BJP ഭരണത്തിൽ തുടർന്നാൽ ഭീകരമായ സാമ്പത്തിക സുനാമി ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് പോലുള്ള പ്രതിസന്ധി കാത്തിരിക്കുന്നുണ്ടോ നമ്മളെ? അതായത് പ്രതിസന്ധിയുടെ രൂക്ഷത എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വിലക്കയറ്റം വലിയ ഒരു പേടി സ്വപ്നമായി തന്നെ നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള ധനപാദത്തിൽ, അതായത് 2025 ഒക്ടോബർ വരെയുള്ള പാദത്തിൽ ഉപഭോക്തൃവില ഓൾ ഇന്ത്യ തലത്തിൽ 0.25, അതായത് 0.25% എന്നർത്ഥം വിലക്കയറ്റം 0.25% പക്ഷെ അന്ന് കേരളത്തിലെ 8.56% വിലക്കയറ്റം എന്നത് നമ്മൾ മറക്കരുത്. അപ്പോൾ ആ ഓൾ ഇന്ത്യ തലത്തിൽ 0.25% വില നിലവാരം ഇരുന്നു. അത് ഒക്ടോബറിൽ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ആ സമയത്ത് ഈ വിലക്കയറ്റം ഇങ്ങനെ ഉപഭോക്തൃ വിലകൾ ഇങ്ങനെ താണു നിൽക്കുന്ന സമയത്തും താരിഫ് ഉപരോധം കൊണ്ട് അമേരിക്ക ഇന്ത്യയെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ താരിഫ് ഉപരോധം അങ്ങനെ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഡിപ്ലോമസി, അമേരിക്കയും തമ്മിലുള്ള ഇന്ത്യയും തമ്മിലുള്ള ഡിപ്ലോമസിയുടെ പാളിച്ചയാണ് എന്ന ഒരു വിമർശനം അന്ന് തന്നെ നിലവിലുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ എല്ലാ കാലത്തും അമേരിക്കയുമായി നല്ല സൗഹൃദത്തിൽ പോയിരുന്ന ഒരു രാജ്യമാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുമുണ്ട്. എല്ലാ 3 വർഷവും ഇന്ത്യ പട്ടിണിയിലേക്ക് പോകുമായിരുന്നു. ഒന്നുകിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വരൾച്ച. അങ്ങനെ പട്ടിണിയിലേക്ക് പോയിരുന്ന, അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാതിരുന്ന ഇന്ത്യയെ എല്ലായ്പ്പോഴും അമേരിക്കയാണ് അവരുടെ പബ്ലിക് ലോ 480 അനുസരിച്ച് ധാന്യങ്ങളും മെയ്സും മറ്റ് പയറുവർഗ്ഗങ്ങളും ഒക്കെ സുലഭമായി തന്ന് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്നേഹം എപ്പോഴും ഇന്ത്യക്ക് അങ്ങോട്ടും അതുപോലെ തന്നെ അമേരിക്കയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യം. ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടു കൂടി തന്നെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ രണ്ടു കൂട്ടരും പരസ്പര ബഹുമാനവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ താരിഫ് തന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലെത്തുന്നത്. അതിനുശേഷം 50% വരെ ഓഗസ്റ്റ് 29-ന് ഇന്ത്യക്കെതിരെയുള്ള ഇറക്കുമതി ചുങ്കം, അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, അമേരിക്കയിലെ ഇറക്കുമതി ചുങ്കം 50% ഇതൊക്കെ ഡിപ്ലോമസിയിലുണ്ടായ പരാജയമാണ് എന്ന ഒരു വിമർശനം ആ സമയത്ത് തന്നെ ഉടലെടുത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുവാദം കിട്ടേണ്ടി വരിക, അങ്ങനെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്കയുടെ അനുവാദം കിട്ടേണ്ടി വരിക, ഇങ്ങനത്തെ പല ഇഷ്യൂസും പൊങ്ങി വന്നിരുന്നു. അതൊക്കെയാണ് വിമർശനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. അതേ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് ആഗോള തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ത്യ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം എന്താണ്? ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡിൻ്റെ 85-90% ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ള പാചകവാതകത്തിൻ്റെ 55-60% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വരവ് വലിയ പ്രതിസന്ധിയിലായതോടെ നമ്മുടെ ഈ വില നിയന്ത്രണം കൈവിട്ടുപോയി. അതായത് 0.25 ആയിരുന്നു ഒക്ടോബറിലെ വില നിലവാരമെങ്കിൽ അത് 3.48% ശരാശരി ഉപഭോക്തൃ വില നിലവാരം ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ആയപ്പോഴേക്ക് 3.48% ഉയരുന്നു. ഇപ്പോൾ ആ ഉയരുന്ന ട്രെൻഡാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡിന് ശേഷം കൂടിയപ്പോൾ കോവിഡ് കാലത്ത് കൂടിയെടുത്ത തീരുമാനം ഉപഭോക്തൃ വിലകൾ 4%-നും 6%-നും ഇടയിൽ പിടിച്ചു നിർത്തണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 3.48% ഒരു പക്ഷേ 5% ഈ തരത്തിലേക്ക് ഉയർന്നു പോയേക്കുമോ
എന്ന ഭയമുണ്ട്. അപ്പം അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇന്ധന പ്രഹരം. നമുക്കറിയാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പെട്രോളിയം പാചകവാതകത്തിൻ്റെ വില, അതായത് 3131 രൂപയാണ് 19 കിലോയുടെ പാചകവാതക സിലിണ്ടർ, അതായത് വാണിജ്യ പാചകവാതകത്തിൻ്റെ വില. അതേ സമയത്ത് ഗാർഹിക പാചകവാതകത്തിൻ്റെ, അതായത് 14 കിലോയുടെ 923 രൂപയിലും എത്തി. അങ്ങനെ ആ പാചകവാതകത്തിൻ്റെ വില ഉയരുന്നു. അതോടൊപ്പം തന്നെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലയിലും അടിക്കടി വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിക്കടി വർധനവ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റും കൂടി നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതായത് എലക്ഷൻ വരികയായിരുന്നത് കൊണ്ട് യുദ്ധം തുടങ്ങിയിട്ടും എലക്ഷൻ കഴിയുന്നത് വരെ ഒരു വിലക്കയറ്റവും, അതായത് ഒരു പാചകവാതകത്തിൻ്റെ ആകട്ടെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഒന്നിൻ്റെയും വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. സുസ്മേരവദനായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ നാം എല്ലായിടത്തും കണ്ടത്. മൻ കി ബാത്തിലാകട്ടെ, അതുമല്ലെങ്കിൽ ഇലക്ഷൻ പ്രമാണിച്ച് കേരളത്തിലെത്തിയപ്പോഴാകട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയപ്പോഴാകട്ടെ, അപ്പോഴൊക്കെ അദ്ദേഹം സുസ്മേരവദനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അടി, ഈ ഇന്ധന അടി വരുന്നു എന്നതിൻ്റെ യാതൊരു സൂചനയും ഇല്ലായിരുന്നു. മാത്രവുമല്ല, യുദ്ധം തുടങ്ങിയതിന് ശേഷം പല ആവർത്തി പെട്രോളിയം മന്ത്രി പറഞ്ഞു, അതുപോലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു, ഇവിടെ പ്രശ്നമേ ഇല്ല, അതായത് ഇന്ധനത്തിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും ഇന്ത്യക്കില്ല, അതായത് 3 മാസത്തേക്കുള്ള ഇന്ധനം നമുക്ക് സംഭരണമുണ്ട്, അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3 മാസം കഴിയുന്നതിന് മുൻപ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ വിലക്കയറ്റം ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അത് വിലക്കയറ്റം ഉണ്ടായത് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒരുപാട്, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് താണു എന്ന് മാത്രവുമല്ല, 2014 മോദി ഗവൺമെൻറ് ഭരണത്തിൽ വരുന്ന സമയത്ത് രൂപയും ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേഷ്യോ ശരാശരി 60-62 രൂപ, അതായത് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 60-62 രൂപ ഈസ് ഈക്വൽ ടു $1. 62-60 ഇടയ്ക്ക് രൂപയുടെ മൂല്യം ഡോളറിൻ്റെ മൂല്യവുമായിട്ട് അങ്ങനെയായിരുന്നു റേഷ്യോ. ആ റേഷ്യോ ഇപ്പോൾ 95-96 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന രീതിയിൽ രൂപയുടെ മൂല്യം മൂക്കുകുത്തി വീടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, നമ്മുടെ സെൻസെക്സ് ഈ കഴിഞ്ഞ, അതായത് ഈ 2026 തുടങ്ങിയതിന് ശേഷം സെൻസെക്സിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് ഓർക്കണം. സെൻസെക്സിൽ 13% ഇടിവാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ വിദേശ കോർപ്പറേറ്റുകളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് അവരുടെ ഓഹരി ഷെയറുകൾ വിറ്റൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് സെൻസെക്സിൻ്റെ മൂല്യം 13% ഇടിഞ്ഞത്. അതുപോലെ തന്നെയാണ് നിഫ്റ്റി 15% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് വിദേശ വ്യാപാരികളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും നമ്മുടെ ഓഹരി വിപണികളിൽ നിന്ന് വിറ്റൊഴിഞ്ഞു പോകുന്നു. അതായത് ഇന്ത്യ ഒരു സുരക്ഷിത വ്യാപാര മേഖലയല്ല എന്നവർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അനുസ്യൂതം ഇങ്ങനെ വിറ്റൊഴിഞ്ഞു പോകുന്നത്. അതിനേക്കാൾ ഉപരിയാണ് ഈ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായ വ്യാപാര പ്രശ്നങ്ങൾ. അതായത് ടാരിഫ് വർദ്ധിച്ചു, അത് 50% വരെയായി, പിന്നെ താഴേക്ക് വന്നപ്പോഴേക്കും യുദ്ധം തുടങ്ങി. അങ്ങനത്തെ നിരവധി പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മുടെ കയറ്റുമതി വളരെ കുറഞ്ഞു. ഇറക്കുമതിയിൽ മാറ്റമില്ലാതെ അത് വലിയ കുറവില്ലാതെ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അഥവാ CAD, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് കിട്ടുന്നു, ഇറക്കുമതി ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങോട്ട് പോകുന്നു. കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുക, അപ്പോഴാണ് നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് വളരെ കൂടുതലാകുന്നു ഇങ്ങോട്ട് കിട്ടാനുള്ളതിനേക്കാളും. ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഒന്നുകിൽ US ഡോളർ കൊടുത്ത് ഫില്ല് ചെയ്യണം, അതുമല്ലെങ്കിൽ സ്വർണം കൊടുത്ത് ഫില്ല് ചെയ്യണം. ഈ ഗ്യാപ്പ് നികത്തണം.
അപ്പോൾ നമ്മുടെ CAD 1.3 ആയിരുന്നു ഏപ്രിൽ മാസം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അത് ഈ പിന്നെ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ അത് 2%, 2.5% ആയി ഉയർന്നേക്കാം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാൽക്കുലേഷൻ. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇങ്ങനെ വർദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ രൂപയുടെ മൂല്യം പിന്നെയും ഇടിയും. അത് നമ്മളെ വിരൽ ചൂണ്ടുന്നത് 1990-91 കാലഘട്ടത്തിലേക്കാണ്. ഇന്ത്യ കടക്കണിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവരേണ്ടി വന്ന ആ ഒരു വലിയ ഘട്ടം, അതാണ് ആ LPG ഘട്ടം. അതിലേക്കാണ് അന്ന് നമുക്ക് ഇതുപോലെയായിരുന്നു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒത്തിരി കൂടി. അങ്ങനെ നമുക്ക് വായ്പ ചോദിച്ചപ്പോൾ പിന്നെ എന്താ പറയുക, IMF പറഞ്ഞു കടം തരില്ല, ഇന്ത്യ കടക്കെണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മുടെ കമ്മട്ടത്തിലെ സ്വർണം ഒരു പ്രാവശ്യം പണയം വെച്ചു വായ്പ എടുത്തു. പിന്നെ സ്വിസ് ബാങ്കിൽ 2 പ്രാവശ്യം കമ്മട്ടത്തിലെ സ്വർണം പണയം വെച്ച് വായ്പ എടുത്തു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ദുർഘട സാഹചര്യത്തിലാണ് അവസാനം IMFൻ്റെ തീരുമാനപ്രകാരം നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിലേക്ക് പോയത്. അപ്പോൾ ഇത് ഒക്കെ രാഹുൽ ഗാന്ധിയെ സ്വാധീനിക്കുന്ന, രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യവും കൂടെയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ 3 F വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫ്യൂവൽ പ്രൈസസ്, ഫെർട്ടിലൈസർ പ്രൈസസ്, ഫോറെക്സ് പ്രൈസസ്, ഫോറെക്സ് റിസർവ്. ഇതാണ് 3 F എന്ന് പറഞ്ഞത്. ഒന്നാമത്തേത് ഫ്യൂവൽ പ്രൈസസ്, നമ്മൾ കണ്ടു ഫ്യൂവൽ പ്രൈസസ് ഗവൺമെൻറ് തന്നെ അടിക്കടി വർദ്ധിപ്പിച്ചത്. രണ്ടാമത്തത് ഫെർട്ടിലൈസർ പ്രൈസസ്. ഫെർട്ടിലൈസർ പ്രൈസസ് വർദ്ധിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ പോലും അത് അപകടത്തിലാക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വില വർദ്ധിക്കുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം ക്രമമായ ശാസ്ത്രീയമായ ഉപഭോഗം കൊണ്ടാണ് നമ്മൾ ഭക്ഷ്യ സുരക്ഷയിലേക്ക് നടന്നെടുത്തത്. അപ്പോൾ ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വിലയിൽ ക്രമാതീതമായ വർധനവുണ്ടായാൽ നമ്മുടെ കാർഷിക മേഖലയെ അത് തകർക്കും. അതുകൊണ്ടാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ വിലയാണ് F എന്നതുകൊണ്ട് ഫെർട്ടിലൈസർ, അതായത് ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച് അഥവാ ഫോറെക്സ്. അപ്പോൾ മൂന്നാമത് പിന്നെ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഫോറെക്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അത് വർദ്ധിച്ചു വരുന്നതാണ് അവർ സൂചിപ്പിച്ചത്. ഈ 3 കാര്യങ്ങളും മതി സാധാരണ രീതിയിൽ ഒരു സമ്പദ്ഘടനയെ എങ്ങനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ 3 ഘടകങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഈ ഗുരുതരാവസ്ഥ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്ക് അനുസരിച്ച് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ധനപരമായ സുരക്ഷ സംസ്ഥാനങ്ങളുടെയും ഇന്ത്യയുടെ മൊത്തമായുമുള്ള സുരക്ഷയ്ക്ക് കോട്ടം തട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് വ്യാമോഹിക്കാം. മാഡം, ശരിക്കും എണ്ണ വില കൂടുന്നുണ്ട്, നിത്യോപയോഗ സാധനങ്ങൾ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇറാന്റെ യുദ്ധം അവസാനിക്കുമെന്ന സൂചനയുമില്ല. മാഡത്തിന്റെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ്? സാധാരണക്കാരെ കാത്തിരിക്കുന്നത് എന്താണ്? ഇനിയും വിലക്കയറ്റം ഉണ്ടാകുന്നു? അതായത് പിന്നെ യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ട്രംപിനെ സത്യസന്ധമായി പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും നീചവും നിന്ദ്യവുമായി പെരുമാറിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ജോർജ് വാഷിങ്ടൺ ആയിരുന്നല്ലോ 1776 അമേരിക്കൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാരഥൻ. ആ മഹാരഥൻ തൊട്ടുള്ള എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെ പറ്റിയും ഒരു ഏകദേശ രൂപമൊക്കെ എനിക്കറിയാം. ജോർജ് വാഷിങ്ടൻ്റെ കാര്യം, അതുപോലെ എബ്രഹാം ലിങ്കൺ, അത് കഴിഞ്ഞാൽ ജോൺ എഫ് കെന്നഡി, അത് പിന്നെ ലിൻഡൻ ബി ജോൺസൺ. നമുക്ക് കാർഷിക വിപ്ലവത്തിലേക്ക് നമ്മളെ ഒരു പക്ഷേ പറഞ്ഞാൽ വഴക്ക് പറഞ്ഞ് കാർഷിക വിപ്ലവത്തിലേക്ക് നമ്മളെ നയിച്ചിക്കാൻ പ്രേരിപ്പിച്ച ആളാണ് ലിൻഡൻ ബി ജോൺസൺ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ബറാക്ക് ഒബാമ, അതുപോലെ തന്നെ മറ്റുള്ള പ്രസിഡന്റുമാർ, നമുക്കറിയാവുന്ന എല്ലാ പ്രസിഡന്റുമാരും എത്ര മാന്യമായി പെരുമാറുന്നവരായിരുന്നു എന്ന് ഓർത്തു പോകും. ഇദ്ദേഹം, ഈ ട്രംപ് ഒരു ശുംഭനാണ് എന്ന് ഞാൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. അദ്ദേഹം എന്താണ്, മാർപ്പാപ്പ തന്നെ
മാർപ്പാപ്പയെ ആക്രമിക്കാൻ, അതായത് വാക്കുകൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ മാർപ്പാപ്പ വളരെ എന്താ പറയുക നിസ്സംഗനായി പറഞ്ഞു, യുദ്ധമല്ല ദൈവം പഠിപ്പിക്കുന്നത് സമാധാനമാണ് എന്ന്. അത് കേട്ടിട്ട് പോലും ഈ ശുംഭന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തെ എതിർത്തുകൊണ്ടാണ് മാർപ്പാപ്പ യുദ്ധമല്ല ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ മുൻപോട്ട് പോകുന്ന ആ ട്രംപിൽ നിന്ന് നമുക്ക് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പം ഇറാൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇസ്രായേലും ട്രംപും ഒത്തുചേർന്ന് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്ത് ആണവ കരാർ ലംഘിച്ചു എന്ന കുറ്റം ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിന് യുദ്ധമല്ല വഴി, ലോകത്ത് മുഴുവനും അശാന്തി പരത്തുന്നതല്ല വഴി, ലോകത്ത് മുഴുവനും വിലക്കയറ്റവും ജീവിതം ദുസ്സഹമാകുന്ന തരത്തിലുള്ള വിലക്കയറ്റം സൃഷ്ടിക്കുന്നതല്ല അതിനുള്ള നല്ല വഴി. അതിനുള്ള സമാധാനത്തിൻ്റെ വഴി തിരയുന്ന